السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ ചെൻ്റെ ഒരാളുണ്ട്. ആള് പച്ച മുനാഫിക്കായ ആളായിട്ടുണ്ട്. ചെന്നെങ്കിൽ കപട വിശ്വാസി. മുഅ്മിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം മുനാഫിക്. മുഅ്മിന് ചെന്നെങ്കിൽ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിച്ച ആളായിട്ട് മുഅ്മിന് ചെല്ല് സത്യവിശ്വാസി. അതിന് ഓപ്പോസിറ്റ് ആ വിശ്വാസം ഉൾക്കൊള്ളാണ്ട് ജീവിക്കുന്ന ആൾ മാറും കപട വിശ്വാസിങ്ങ. പക്ഷേ അങ്ങ് മുസ്ലിമിന് ഇടയിൽ ജീവിക്കിടാറ്. ചിലപ്പോൾ തലയിൽ തൊപ്പി വയ്ക്കും, താടി വയ്ക്കും, എല്ലാം വയ്ക്കും. ഇസ്ലാമിയുടെ പോലെ നട്ടനെ മാത്രം ഉൽഗത്തിൽ ഈമാൻ കടന്നിട്ടില്ലാണ്ട് അത്തരത്തിലുള്ള ചില വ്യക്തികൾ ഇക്കിടാറ്. അപ്പോൾ ആ വ്യക്തികളെ സംബന്ധിച്ച് അള്ളാഹു ചെന്ന ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫൽ മുനാഫിക്കിങ്ങ നരകത്തെ അടിത്തട്ടിലായിട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ കൊണ്ട് അത്തരമൊരു മുസ്ലിമിങ്ങ തൊന്തര അനുഭവിക്കേണ്ടി വേണ്ട. ഇസ്ലാമിയുടെ ഭർത്തൃ ശത്രുക്കളായിട്ട് ആരെ പേടി ഉൽഗത്തെ ശത്രുക്കളെ കൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഭിന്നത്തെ ഉണ്ടാവും, ഭിന്നാഭിപ്രായം ഉണ്ടാവും. മുസ്ലിമിങ്ങളെ ആ ഒగ్గട്ടെ തകർക്കടെ പോലത്തെ ഒരുപാട് കുതന്ത്രങ്ങ ആക്കിക്കൊണ്ടിരിക്കിടാറ്. അതേപോലത്തെ ഒരു സ്വഭാവത്തെ മദീനത്തെ അണ്ടത്തെ മുനാഫിക്കിങ്ങിലെ ലീഡർ ഈ ഇബ്നു ഉബയ്യ് സലൂൽ ചെല്ലിയ മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ മദീനത്ത് വേണ്ട മുന്നോളും മദീനത്ത് വലിയൊരു നേതാവായിട്ട് ആളുണ്ട്. മദീനത്തെ ആൾക്കാരുടെ എന്തെങ്കിലും ഒരു പഞ്ചായത്തികല്ല തീർക്കവും ഈ മനുഷ്യരെ വെച്ചുകൊണ്ടിരുന്നത്. എപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് വന്ന ഈ മനുഷ്യർക്ക് ബലമില്ലാണ്ടായിട്ട് ചെറിയ പിന്നെ എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് മനുഷ്യന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യ മൂലകുമ്പായപ്പോൾ പിന്നെ ആ ഒരു ഗിർജി തീർക്കുകയായിട്ട് അവൻ്റെ കുറേ പാറ്റങ്ങളെ കൂടിയിട്ട് പല നിലക്കുള്ള കുതന്ത്രങ്ങ ഹെണയുടെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് എത്ര കുതന്ത്ര ഹെണഞ്ഞെങ്കിലും ഒന്നാൾ മരിക്കണമല്ലേ. ആ നിലക്ക് ഈ മനുഷ്യ എന്തായിട്ട് ഒന്നാൾ മരിച്ചപ്പോൾ സഹജമായിട്ട് മെയ്യത്ത് മദീനത്തെ പള്ളിക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ മെയ്യത്തിന് മേലിപ്പോൾ നിസ്കരിക്കണ ബേൻഡേച്ചലിൻ്റെ ഒരു ചഞ്ചല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിലുണ്ട്. നിസ്കരിച്ചില്ലെങ്കിൽ ഗൊന്തില്ല. കാരണം ഈ ഇബ്നു ഉബയ്യ് സലൂലിൻ്റെ മോനും അബ്ദുല്ലാഹിൻ്റെ മോനും നല്ലൊരു മനുഷ്യയായിട്ടുണ്ട്, വർജന സുന്നിയായിട്ടുണ്ട്. അതുകൊണ്ട് മോനു ഇപ്പോൾ ബാപ്പയുടെ മേൽ നിസ്കരിച്ചില്ലെങ്കിൽ മോനു ബേജാറാവാച്ചൻ്റെ ഒരു ചെറിയൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ ഏതായാലും നിസ്കരിക്കുവാനിങ്ങനെ തീരുമാനിച്ചപ്പോൾ അവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 110 സുന്നിയെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് വല്ലാത്തൊരു ആവേശത്തോടു കൂടി നബി തങ്ങളോട്ട് ചെന്നു. നബിയെ, ഈ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുന്നത് നക്ക് സമ കണ്ടിട്ടില്ല. ഈ മനുഷ്യ ആക്കിയ കുതന്ത്രം ഒന്നും ചെണ്ടല്ല. ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പാക്കും ഓർപ്പാട് കുതന്ത്ര. ഈ ഇബ്നു ഉബയ്യ് സലൂലിൻ്റെ ചരിത്രം ഞങ്ങൾ നോക്കി കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എതിരിൽ ഈ മനുഷ്യ ആക്കിയ കുതന്ത്രം ഒന്നും ചെണ്ടല്ല. ഒർക്ക നബിത്തങ്ങ പിന്നെ ഒരു യാത്ര പോയിട്ട് സ്വഹാബത്തോടു കൂടെ ആ യാത്ര പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയിൽ ചെന്ന് മദീനത്തിൽ ഓരോ ഇന്നാലെന്നൊരു വ്യക്തി വഫാത്തായിട്ട് ചെന്ന് സ്വഹാബത്തെല്ലാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചെന്ന് വിശ്വസിച്ചാർ. ഇബ്നു ഉബയ്യ് സലൂലിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, മദീനത്തിൽ മരിച്ച ആളുടെ വിഷയം ഇങ്ങനെ കൊന്തവിടെയിട്ട് ഇങ്ങനെ ഒരു മനസ്സിലൊരു ഡൗട്ടുണ്ട്. അതിങ്ങൾ അപ്പെന്തും ആ മനുഷ്യൻ എന്താക്കിയില്ല, അതിനെ പറത്തിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പക്ക ഇറങ്ങിയിട്ട് സ്വഹാബത്ത് ഇറങ്ങിയാറ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തെല്ല് വിശ്രാന്തി കോവത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ എണിച്ചു സ്വഹാബ എൻ്റെ വട്ടക കാണില്ല എവിടെ പോയിട്ട് അപ്പായിട്ടേക്കിട് സ്വഹാബത്ത് ആ വട്ടക തേടവ് പോണ്ടേ. ഈ ഒരു സന്ദർഭത്തെ ബെനിഫിറ്റ് എടുക്കൂ ഇബ്നു ഉബയ്യ് സലൂൽ റെഡിയായ. എന്നിട്ട് ഓരോ മനുഷ്യരായിട്ട് പോയിട്ട് ചൊല്ല തുടങ്ങിയ അല്ല നിങ്ങൾക്ക് തെല്ലെങ്കിലും ബുദ്ധിയുണ്ടാ തെല്ലൊന്നും ഇവിടെ മുഹമ്മദ് എന്തിനു ചെന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു ചെന്നേ മദീനത്തിൽ വിട്ട ഒരാൾ മരിച്ചിട്ടുണ്ടല്ലേ.
അപ്പോൾ മദീനത്തിൽ എത്രമാ ദൂരത്തിൽ മദീനത്തിൽ പെട്ട ഒരാൾ മരിച്ചിട്ട് മുഹമ്മദ് കൊന്തോടും സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ തൻ്റെ സ്വന്തം വട്ടക ഇപ്പം കെട്ടിവെച്ച വട്ടക ഇപ്പം കാണില്ലായിട്ട് മുഹമ്മദ് ചെന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് വൈരുദ്ധ്യമല്ലേ? സ്വന്തം വട്ടക കൊന്തില്ല മദീനത്തിൽ പെട്ട ഒരാൾ പിന്നെ മരിച്ചത് കൊന്തോടൂ, അതെന്താ അങ്ങനെ ആയിട്ട് ചെന്നിട്ട് ഭയങ്കര പോയിൻ്റായിട്ട് ഈ ഇബ്നു ഉബൈ സലൂൽ ചൊല്ലു തുടങ്ങിയ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ കുറേ പോയിൻ്റ് ചില ആൾമാർ ഈ കാലത്തുള്ള ഈ അടുത്ത് നാളെ സിർസി ഭാഗത്ത് ഒരു ഭൂകുസിത ഉണ്ടായിട്ടല്ലേ. അപ്പോൾ അവിടെ കുറേ ಲಾರಿಗೆಲ್ಲ കാണാണ്ടായിട്ട് ആ കൂട്ടത്ത് ഒരു ಲಾರಿ കേരളത്താകലെ ഒരു ಲಾರಿ ഇവിടെ പോയിട്ടുണ്ടില്ല 45 അത് മണ്ണുരടലി ബാക്കിയായില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ സമീപത്തൊരു പൊലയിൽ ഒലുക്കി പോയില്ല എന്നും കൊന്തായിട്ടില്ല, എല്ലാം തേടിക്കൊണ്ടിരുന്നത് ചെമ്മ സമയം തേടി തുടങ്ങുന്നത്. പിന്നെ ലാസ്റ്റ് കൊന്ത എത്തിക്കിട്ടിത്തത്. അപ്പോൾ ആ സന്ദർഭത്തിൽ പിന്നെ ബഹുമാനപ്പെട്ട കുമ്പോൽ സാദാത്തിൽപ്പെട്ടതായ പ്രഗത്ഭനായ തങ്ങൾ അവിടെ പോയി അവിടെ ആ ഭാഗത്ത് പോയപ്പോൾ ആ പക്കെല്ലാം ഒന്ന് സന്ദർശിച്ചപ്പോൾ അതിലെ ഫോട്ടോ എടുത്തിട്ട് ഒരു ബൊമ്പ എന്തിനാ അവർ ആർട്ടിക്കൽ ഇട്ടേ എന്തിനേ ഈ കുമ്പോൽ തങ്ങോ എല്ലാം ഗൊന്തോട് ചൊല്ലാറ്. അപ്പോൾ ഇയാൾക്ക് ഈ ಲಾರಿയോടെ പോയിട്ട് ഇയാൾ കാട്ടുകുത്തിയേ ഇയാൾ ഗൊന്തവല്ല എന്തേ ചെന്നിട്ട് ഒരു ഭയങ്കര പോയിന്റ് ആ പോയിന്റ് എടുത്തിട്ട് ചില മനുഷ്യന്മാർ തലയാട്ടിട്ട് കറക്റ്റല്ലേ ചെന്നിട്ട് ബാക്കി ഞങ്ങൾക്ക് ഫോർവേഡ് ആക്കാൻ നോക്കിയിട്ടുണ്ടാറ്. എല്ലാം ബേക്കുപ്പന്മാരായിട്ട് കിടാറ്. അപ്പോൾ നോക്കറു ഉൾഗ ഈമാൻ കടന്നിട്ടില്ല. ഇതേ ഒരു ക്വസ്റ്റ്യനായിട്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് ഈ ഇബ്നു ഉബൈ സലൂൽ ചില മനുഷ്യ അവിടെ പോയിന്റ് ഇട്ട് മദീനത്തിൽ മരിച്ചതായ ഒരാളുടെ വിഷയം കൊന്തുണ്ടു, സ്വന്തം വട്ടകയോടൊന്നും കൊന്തില്ല, ഇതിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യ കാണ്ടില്ലേ? സ്വഹാബത്തിൻ്റെ ഇടയിൽ ഫിത്നാക്കുക തുടങ്ങിയപ്പോൾ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് സ്വഹാബത്തിനെല്ലാം വിളിച്ചിട്ട് ഒരുമിച്ച് കൂട്ടിത്തു ചെന്ന് നബി തങ്ങൾ ഈ വിഷയം ഒന്തയിത്ത് ഓണിങ്ങനെ ഫിത്നാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് ചെന്ന് സ്വഹാബ എൻ്റെ വട്ടക കാണാത്ത വിഷയ നിങ്ങളുടെ നാ ചെന്ന് നാക്ക് ഞാൻ മനസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ വട്ടക എവിടുണ്ട കണ്ടുപിടിക്കും നക്ക് തരും. അള്ളാഹുവിനോട്ട് ആ വിഷയത്തിൽ ഞാൻ ദ്വാർന്നെങ്കിൽ നക്ക് ഇപ്പം അള്ളാഹു വട്ടക കാണിച്ച് തണ്ട. പക്ഷേ എൻ്റെ വട്ടക എറിഞ്ഞ സബലു നിൽക്കത് അത് തേടിയിട്ട് ഒരു കൂലി കിട്ടിട്ടെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ എന്താക്കിയ വട്ടക നിങ്ങളുടെ തേടോ ചോന്നരെ. ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങളിടയിൽ ആരോ ഓർത്ത് ഫിത്തനാക്കിയിട്ടുള്ള വിഷയം എടുത്ത് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആക്കണ്ട. പോരുതാ അതഞ്ഞ് കാണ്ട ആ ഗുഡുണ്ടല്ലേ, ആ ഗുഡയുടെ കീഴിലൊരു മരമുണ്ട്, ആ മരത്താടിൽ എൻ്റെ വട്ടക മേഞ്ഞുകൊണ്ട് പോയി നോക്കോറുണ്ട്. ഇത്രയുമേ ചൊല്ലുമ്പോൾ സ്വഹാബത്തെല്ലാം ഓടിയാറ്. എല്ലാവരുടെ 3-4 ഓടിയാ നോക്കൂ. ആറ് ഈ ഇബ്നു ഉബൈ സലൂൽ ഓടി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് വട്ടക അവിടെ മേഞ്ഞോട്ടിട്ട്. അപ്പോൾ അത്രയും മനുഷ്യന്മാരുടെ ഇടയിൽ മുഅ്മിനീങ്ങളെ ഈമാന് കല്ലിടുകയും ഭിന്നത്തെ ഉണ്ടാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തെ കുറക്കുകയും പ്രയത്നമാക്കിയ മനുഷ്യരായിട്ട് ഈ മനുഷ്യൻ ഇതെല്ലാം ഒന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മയാക്കി കൊടുത്തു. ചൊന്തു നിങ്ങൾ ഈ മനുഷ്യരെ മെയ്യത്തിന് മേൽ നിസ്കരിക്കുന്ന നക്ക് സമ കാണ്ടില്ലേ? ചില മെയ്യത്ത് നിസ്കാരത്തിൽ അവർക്ക് വേണ്ടി ദ്വാരക്കണോടു വറഫായ ദറജത്തഹും അവൻ്റെ ദറജ ഉയർത്തുന്നുണ്ട് എന്നത് ഓൻ്റെ ദറജ ഉയർത്തരുത്. ഓൻ ഈനത്തെ ഫിത്തനാക്കില്ല. അതുകൊണ്ട് ഓൻ്റെ മേലെ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തതായ ഒരുപാട് വേണ്ടാത്ത ഇസ്ലാമിനെതിൽ ഇണഞ്ഞതായ കുതന്ത്രങ്ങളെല്ലാം കറക്റ്റ് മനുഷ്യന്മാർക്ക് തപ്പ് സന്ദേശം പോണ്ടു. അതുകൊണ്ട് നബിയെ നിങ്ങൾ നിസ്കരിക്കണം നക്ക് സമ കാണില്ലായിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഉടൻ തന്നെ പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്ത് അള്ളാഹു ഇറക്കിക്കൊടുത്ത സൂറത്ത് തൗബത്തെ 84-ാമത്തെ ആയത്ത് വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. നബിയെ പിന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള മനുഷ്യന്മാരുടെ മേലെ നിസ്കരിക്കൂ തീര നബിയെ ചെന്നിട്ട് മെയ്യത്ത് നിസ്കരിക്കൂ തീര നബിയെ ചെന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്ത് അള്ളാഹു ഇറക്കിക്കൊടുത്ത. അപ്പോൾ നമുക്ക് അള്ളാഹുടെ പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തിൽ അള്ളാഹുടെ തീരുമാനം കറക്റ്റായിട്ട് ഒത്തുവന്ന് ഇങ്ങനെ ഒരുപാട് സംഭവത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ തീരുമാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഇറക്കി നമുക്ക് കാണാൻ സാധ്യമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അത്തരത്തിലുള്ള മഹാന്മാരെ ആ ഉന്നതമായ മാർഗ്ഗം പിൻപറ്റി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളെല്ലാ കാര്യത്തും അള്ളാഹു ബർക്കത്താക്കട്ടെ. ആഫത്ത് മുസീബത്ത് തൊട്ട് ഞങ്ങളെ കുടുംബത്തെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിഫദ്ലി.